rahmatullahi wa barakatuh. الحمد لله الذي أبدأ الأفلاق والأرضين، والصلاة والسلام على من كان نبيا وآدم بين الماء والطين، وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من قتل نفسا بغير نفس أو فساد في الأرض فكأنما قتل الناس جميعا، ومن أحياها فكأنما أحيا الناس جميعا إلى آخر الآية. قال النبي صلى الله عليه وسلم: من سلم المسلمون من لسانه ويده. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയ ഉസ്താദന്മാരെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, എൻ്റെ ഏറെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ കമനീയമായ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളുമായി സംവദിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. ഇസ്ലാമും ഭീകരവാദവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇസ്ലാമിന്റെ ആശയങ്ങൾ ആകർഷകരായി ധാരാളം ആളുകൾ ഈ മതത്തിലേക്ക് കടന്നു വരുമ്പോഴും തങ്ങളുടെ ആശയങ്ങൾക്കും തങ്ങളുടെ ആദർശങ്ങൾക്കും ഇസ്ലാമിനെതിരിൽ സംവദിക്കുവാനുള്ള പര്യാപ്തതയില്ലെന്ന് തിരിച്ചറിയുന്ന അതാത് പ്രത്യശാസ്ത്രത്തിന്റെ വക്താക്കൾ അവരെ മുഖത്തെ രക്ഷിച്ചെടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സൃഷ്ടിച്ചെടുത്ത വാചകമാണ് ഇസ്ലാമിക് ടെററിസം അഥവാ ഇസ്ലാമിക ഭീകരവാദം. ഇതങ്ങ് സാമ്രാജ്യത്വ ശക്തികൾ മുതൽ ഇന്ന് സാക്ഷര സുന്ദര കേരളത്തിലെ മതനിരപേക്ഷ ശക്തികളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ പോലും യഥേഷ്ടം എടുത്തുപയോഗിക്കപ്പെടുന്ന ഒന്നായി മാറുമ്പോൾ കൃത്യമായ വസ്തുതകൾ മുന്നിൽ വെച്ച് ഈ വാചകത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. രാഷ്ട്രീയ മത സിദ്ധാന്ത സാമൂഹ്യ ലക്ഷ്യങ്ങൾക്കായി നിരപരാധികളായ മനുഷ്യർക്കെതിരെ ഹിംസയും നാശനഷ്ടങ്ങളും അക്രമങ്ങളും കൊലയും നടത്തി ഭയം വിതയ്ക്കുന്നതിനാണ് ഭീകരവാദം എന്നതിന്റെ വിവക്ഷയായി ടെററിസം എന്ന വാക്കിന്റെ ഡെഫിനിഷനായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ഇസ്ലാമുമായി ബന്ധമുണ്ടോ? ഇസ്ലാം അതിനെ ആഹ്വാനമോ പ്രോത്സാഹനമോ നൽകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും ആദ്യമായി പരിഗണിക്കേണ്ടത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെയാണ്. അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നിന്നും നാം പരതുമ്പോൾ സുന്ദരമായ ഒരു പ്രഖ്യാപനം കാണാനാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. من قتل نفسا بغير نفس
أو فساد في الأرض فكأنما قتل الناس جميعا. അന്യായമായി ആരെങ്കിലും കൊല്ലുന്നവൻ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നവനെ പോലെയാണ്. ومن أحياها فكأنما أحيا الناس جميعا. ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിച്ചവനെ പോലെയാണ്. ഒരു മനുഷ്യ ജീവനോ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകും. തന്റെ കരങ്ങൾ കൊണ്ടോ തന്റെ നാവ് കൊണ്ടോ ആരെയും ഉപദ്രവിക്കാത്തവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന പ്രവാചക വചനം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഭീകരവാദത്തിനോടുള്ള ഇസ്ലാമിന്റെ സമീപനം നമുക്ക് വ്യക്തമാകും. ഇസ്ലാമിന് വ്യക്തമായ ആധിപത്യമുള്ളപ്പോഴും എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ മതമനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും മദീനയുടെ സുരക്ഷയിൽ എല്ലാവർക്കും തുല്യ പങ്കാളിത്തം നൽകുകയും ചെയ്തുകൊണ്ടുള്ള മദീന ഉടമ്പടിയുടെ ചരിത്രം നമ്മളുടെ മുന്നിൽ സാക്ഷിയല്ലേ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം AD 637 ജെറൂസലേം കീഴടക്കുമ്പോൾ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ സുരക്ഷാ ഉടമ്പടി ഇസ്ലാം നിഷ്കർഷിക്കുന്ന മതസഹിഷ്ണുതയുടെ ഉത്തമ ഉദാഹരണമാണ്. ഞാൻ ചുരുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ നിന്നും വിശുദ്ധ ഹദീസുകളിൽ നിന്നും ഇസ്ലാമിന്റെ ആധികാരിക ചരിത്രങ്ങളിൽ നിന്നുമാണ് ഞാൻ ഇവിടെ സംസാരിച്ചത്. ഭീകരവാദത്തിന്റെ നിർവചനത്തിലുള്ള ഒരൊറ്റ കാര്യത്തിൽ നിന്നും ഇസ്ലാമിന്റെ പ്രമാണവുമായി പുലബന്ധം പോലുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ഈ സന്ദർഭത്തിൽ അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏത് വിഷയം വന്നാലും നമ്മൾ മൗനം പാലിക്കാൻ പാടില്ല. ഇസ്ലാമിക ഭീകരവാദം എന്ന പ്രയോഗം കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും ഇസ്ലാമിലുള്ള പ്രചാരണത്തിനും വേണ്ടി സാമ്രാജ്യത്വ ശക്തികളും അവരുടെ പണിയാളികളും സൃഷ്ടിച്ചെടുത്ത ഒരു പദാവലി മാത്രമാണ്. അവസാനമായി ഓർമ്മിപ്പിക്കുന്നു, ഭീകരതയ്ക്ക് മതമില്ല. ഏതെങ്കിലും വ്യക്തികളോ ഗ്രൂപ്പുകളോ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇസ്ലാമുമായി ബന്ധിപ്പിക്കരുത്. അത് ശരിയല്ല. ഇസ്ലാം സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും മതമാണ്, മാനവികതയുടെ മതമാണ്. ഇസ്ലാം സ്നേഹവും സാഹോദര്യമാണ് പഠിപ്പിക്കുന്നത്. അവസാനമായി ഞാൻ ഒരാവർത്തി കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ദാതൻ തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനി പ്രബോധന രംഗത്ത് ജ്വലിക്കുന്ന നക്ഷത്രങ്ങളാകുവാനും അണയാത്ത ബിംബങ്ങളാകുവാനും നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ ശിആറുകളും അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അവ്വലൻ വആഖിറ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.